അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഹൈദരാബാദിലെത്തി കേട്ടോ. അപ്പോൾ ഹൈദരാബാദിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾ ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ വേണ്ടി പോയത് അന്തേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒരുമാതിരി ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. അതുപോലെ തന്നെ അവിടുത്തെ ആംബിയൻസ് വളരെ രസമാണ്. ചെറിയ ചെറിയ പാർട്ടീസ് അതുപോലെ തന്നെ ആനിവേഴ്സറി ഫങ്ഷൻസ് ഒക്കെ നടത്താനായിട്ട് പറ്റിയൊരു പ്ലേസാണ് കേട്ടോ. നല്ല എന്താ പറയുക, ഒരുപാട് ഫ്രെയിംസ്, ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരുപാട് ഫ്രെയിംസ് ഉണ്ട്. കണ്ടോ, ഇവിടെ പഴയ കാലത്തെ ഇങ്ങനെ അരയ്ക്കുന്നതും പൊടിക്കുന്നതുമായിട്ടുള്ള ഒരു കുറേ ഇതൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പാലസ് ഒക്കെ കയറുന്ന പോലത്തെ ഒരു ലൈറ്റിങ്ങും അതുപോലെ തന്നെ അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പല നല്ല നല്ല റെസ്റ്റോറൻറ്റ്സിലും നല്ല ഒരു പാലസ് ആംബിയൻസ് ഒക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഒരു സെറ്റൊക്കെ ഇട്ടിരിക്കുന്ന പോലെ ആയിരിക്കും തോന്നുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്റ്റെയേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പണ്ടത്തെ മൂവീസിലൊക്കെ കാണുന്ന നല്ല വലിയ സ്റ്റെയേഴ്സ് ഉണ്ടല്ലോ, രാജകീയമായിട്ടുള്ള സ്റ്റെയേഴ്സ്, അതുപോലത്തെ സ്റ്റെയേഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. ഫുഡ് നമ്മൾ അധികമൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു ക്രാൻബെറിയുടെ ഒരു മോക്ടെയിലായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് വേറെ ലെവൽ എന്നാണ്. ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു മോക്ടെയിലാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സിറപ്പിൻ്റെയൊക്കെ ഒരു ബ്ലൂബെറി അല്ല, ക്രാൻബെറി സിറപ്പൊക്കെ ചേർക്കത്തില്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ കോൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ് ഓർഡർ ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പരിപ്പ് വടയില്ലേ, അതുപോലെ തന്നെ കോൺ വെച്ചിട്ടുള്ള ഒരു വടയാണ്. പക്ഷേ അതിൻ്റെ കൂടത്തിൽ അവർ പെയർ ചെയ്യുന്ന ഒരു ചട്നി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ചട്നി എന്ന് പറയുന്നത് നമ്മുടെ തക്കാളി ചട്നി പോലെ ഇരിക്കും, പക്ഷേ സ്പൈസ് കുറച്ച് കൂടുതലാണ്. അപ്പം ഈ വട നമുക്ക് ഈ ചട്നിയിലും പിന്നെ അവർ ഒരു ഓണിയൻ ഇങ്ങനെ കുറച്ച് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കത്തില്ല സാലഡ് പോലെ, അതും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു ഇതിനൊരു പേരുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇതെന്തായാലും ഒരു കോണിൻ്റെ ഒരു പരിപ്പുവട പോലത്തെ ഒരു സാധനമായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അതൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് കുറേ സ്പൈസി ആയിട്ടുള്ള ഇവരുടെ ട്രഡീഷണൽ ഡിഷസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് നമുക്ക് അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ബട്ടർ ചിക്കനും പിന്നെ ഒരു സ്റ്റഫ്ഡ് പറാട്ടയാണ് ഓർഡർ ചെയ്തത്. ഇത് നമ്മുടെ നാൻ പോലെയൊക്കെ തന്നെ ഇരിക്കും, പക്ഷേ അകത്ത് നല്ല സ്റ്റഫിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നല്ല ഒരു ഫില്ലിങ് ആയിരുന്നു. ഒരു പറാട്ട കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വയറ് ഫുള്ളാവും കേട്ടോ. അതും ബട്ടർ ചിക്കനും കൂടെ നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് അത്രയും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല, ഹൈദരാബാദിൽ വരുമ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ അന്തേര എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ്.